ഇനി അടുത്ത അവാർഡിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവാണ്. കേരള വിഷന്റെ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സ് 2024 മോസ്റ്റ് പോപ്പുലർ സീരിയൽ. ഇതിലെ നോമിനേഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. വിനയന്റെ കുഞ്ഞ് വളരുന്നില്ല, കത്തിച്ചു വച്ച ഈ നിലവിള ആടി മാസത്തിൽ പെണ്ണിവിടെ നിന്നാ പിന്നാലെ പ്രശ്നം വരും എന്നാ കേട്ടോ. ഇഷ്ടോ ഇഷ്ടക്കേടും ഒക്കെ ഞാൻ വിചാരിക്കുന്നതിലും അപ്പുറമുള്ളൊരാഗ്രഹം കാവ്യയ്ക്കും എനിക്കിവിടെ. ഈ 4 സീരിയലിൽ നിന്നും ജനപ്രിയ സീരിയലായി ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടി അമൃതവേണി സെക്കൻഡ് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിലെ ജനപ്രിയ സീരിയലിന്റെ അവാർഡ് ഗോസ് ടു മാസത്തിൽ പെണ്ണിവിടെ നിന്നാ പിന്നാലെ പ്രശ്നം വരുമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു. ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റിലെ ചെമ്പനീർ പൂവിന്റെ നിർമ്മാതാവും ഒപ്പം തന്നെ നടനുമായ ഡോക്ടർ ഷാജുവിനെ ഈ വേദിയിലേക്ക് സാദരം ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അവാർഡ് നൽകുന്നത് ഷെയ്ന്റെ ഈ ഒരു സാന്നിധ്യത്തിൽ അമ്പിളിയാണ്. അമ്പിളി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡയറക്ടർ അമ്പിളി സാറാണ് ഈ ഒരു അവാർഡ് നൽകാനായിട്ട് ഈ വേദിയിലേക്ക് ഞങ്ങൾ ഒന്ന് സാദരം ക്ഷണിക്കുന്നത്. ഡയറക്ടർ അമ്പിളി, അദ്ദേഹത്തിന്റെ ഈ ഒരു സാന്നിധ്യം ഞങ്ങളുടെ വേദിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, മൂവിംഗ് ഓൺ. കേരള വിഷന്റെ ഉപഹാര സമർപ്പണത്തിനായിട്ട് സുധീഷ് പട്ടണം, കേരള വിഷന്റെ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അപ്പോൾ അവാർഡ് നൽകുന്നത് ഷെയ്ൻ തന്നെയായിരിക്കും. ഷെയ്നാണ് പ്രശംസാ പത്രവും നൽകുന്നത്. സോ ഷെയ്നാണ് ഞങ്ങളുടെ ഡോക്ടർ ഷാജു എന്ന നമ്മുടെ ഈ സീരിയലിന്റെ പ്രൊഡ്യൂസർ, ഒപ്പം തന്നെ നടനും കൂടിയായ ഡോക്ടർ ഷാജുവിന് വേണ്ടിയുള്ള അവാർഡ് ഷെയ്ൻ നികത്തിന്റെ കയ്യിൽ നിന്നും ജനപ്രിയ സീരിയലുള്ള അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. ഇനി സുധീഷ് പട്ടണം, അദ്ദേഹം ഉപഹാര സമർപ്പണം ആൻഡ് പ്രശംസാ പത്രം ഷെയ്ൻ തന്നെയാണ് നൽകുന്നത്. ഷെയ്ൻ, പ്ലീസ് ഡു ദി ഓണർ. ഉപഹാരം സമർപ്പിക്കുന്നത് കേരള വിഷന്റെ ഡയറക്ടർ സുധീഷ് പട്ടണമാണ്. നടൻ മാത്രമല്ല, മികച്ച ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് ഡോക്ടർ ഷാജുചേട്ടൻ. എന്തൊക്കെ മേഖലകളിൽ കൈവച്ച മേഖലകളിലെല്ലാം പൊന്നു വിളിച്ച ആളുകൂടിയാണ്. എന്താണ് പറയുന്നത് പ്രൊഡ്യൂസർ സാർ, പറയൂ. നമസ്കാരം. തൃശ്ശൂർ എനിക്ക് രണ്ടാമത്തൊരു വീട് പോലെയാണ്. മലയാളത്തിലെ ഏറ്റവും അധികം എപ്പിസോഡ്സുകൾ പോയിട്ടുള്ള ഒരു മിന്നുകെട്ട് എന്നൊരു പ്രൊജക്റ്റിൻ്റെ ഷൂട്ടിംഗ് മൊത്തം തൃശ്ശൂരായിരുന്നു. അപ്പോൾ ഞാനിവിടെ അമല ഹോസ്പിറ്റൽ അവിടെയായിരുന്നു ലൊക്കേഷൻ, പേരമംഗലത്ത്. 5 വർഷം ഞാനിവിടെ ഉണ്ടായിരുന്നു. ഒരു നിമിത്തം പോലെ ഞാനും അബിക്കയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ സീരിയലിൽ. അപ്പോൾ അന്ന് വീട്ടിലൊക്കെ വിളിക്കും, സംസാരിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് അറിയത്തില്ല. ഇന്ന് തൃശ്ശൂരിൻ്റെ മണ്ണി വെച്ച് തന്നെ എനിക്ക് ഒരു നിർമ്മാതാവിൻ്റെ, ഏറ്റവും ജനപ്രിയ സീരിയലിൻ്റെ നിർമ്മാതാവിൻ്റെ അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതിൽ സന്തോഷം. കേരള വിഷൻ്റെ ഓരോ വളർച്ചയും വളരെ കൗതുകപൂർവ്വം നോക്കിക്കണ്ട ഒരാളാണ് ഞാൻ. എൻ്റെ വീടിൻ്റെ ഉള്ളിലെ മരങ്ങളിലൂടെയാണ് കേരള വിഷൻ്റെ കേബിൾ വലിച്ചു കെട്ടിയിരുന്നത്. എൻ്റെ വീടിൻ്റെ പുറകിലേക്കുള്ള വീടുകളിലേക്ക് പോകണമെങ്കിൽ എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കൂടി, എൻ്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ പോകുമായിരുന്നു. അതിപ്പം മാറി. ഒപ്പം കേരള വിഷനും മാറി, വളർന്നു വലുതായി. കേരള വിഷൻ്റെ ഒരു വലിയ അംഗീകാരം ഞാൻ വീട്ടിൽ വെക്കുന്നു. എൻ്റെ വീട്ടിലും കേരള വിഷൻ ആയതുകൊണ്ട്. സാധാരണ കേരള വിഷൻ ചില സമയങ്ങളിൽ കൊച്ചു കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. അത് വിളിച്ചു പറയുമ്പോൾ ചിലപ്പോൾ അല്പം ലേറ്റ് ആവാറുണ്ട്. ഇനിയിപ്പോൾ വിളിച്ചു പറയുമ്പോൾ വളരെ അന്തസ്സോടെ പറയും, ഞാൻ കേരള വിഷൻ്റെ അവാർഡ് മേടിച്ച ആളാണ്, പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് പറയും. അവർ വരും. താങ്ക് യു സോ മച്ച്. എൻ്റെ സംവിധായകൻ, ചെമ്പനീർ പൂവിൻ്റെ സംവിധായകനായിരുന്നു മഞ്ജു ധർമ്മൻ അവാർഡ് കൊടുത്തു. ജനപ്രിയ സീരിയൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരള വിഷനാണ് ഏറ്റവും അധികം അത് മനസ്സിലാക്കാൻ പറ്റുക, ഏത് സീരിയലാണ് ജനപ്രിയലെന്ന്. കാരണം ഒരുപാട് ചാനൽ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഈ അംഗീകാരം വളരെ സത്യസന്ധമാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വിനയത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. ഒപ്പം എൻ്റെ ചെമ്പനീർ പൂവിലെ എല്ലാവർക്കും വേണ്ടി, എൻ്റെ ചാനലിന് വേണ്ടി, ഏഷ്യാനെറ്റ്, വിജയ് TV എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വീകരിക്കുന്നു. ഈ അവാർഡ് എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരാളായിരുന്നു അബിക. കാരണം
ഞാൻ അഭിനയിക്കുമ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അബിക്ക പറയുന്നുണ്ടായിരുന്നു, വളരെ നാച്ചുറലായിട്ട് നീ പെർഫോം ചെയ്യുന്ന ഒരാളാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ഇന്ന് ആബിക്ക നമ്മളോടൊപ്പം ഇല്ല, എന്നാലും ഷെയ്നുണ്ട്. ഷെയ്ൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് കിട്ടാൻ ഭാഗ്യമുണ്ടായി. ഞാൻ മഞ്ജു പറഞ്ഞതുപോലെ വളരെ സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടു പോകുന്ന, ആരാധിച്ചു പോകുന്നൊരു നടനാണ് ഷെയ്ൻ. വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഈ അംഗീകാരം കിട്ടിയ സന്തോഷമുണ്ട്. ഈ അവാർഡ് ഞാൻ എൻ്റെ കുടുംബത്തിനും ഗുരുക്കന്മാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അല്പം നീണ്ടുപോയി, സോ സോറി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു സോ മച്ച്.